Good afternoon. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ ട്ടോ. Dear God, thank you for this beautiful day. Bless our teachers, parents, friends. Help us to learn new things. Be kind to everyone and do our best today. Give us happy heart and a peaceful mind. Thank you, Almighty. I would like to welcome Ashwati ma'am and all the friends to the class. Ma'am, let's begin the class. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ വായിച്ചായിരുന്നോ? ആരും വായിച്ചില്ലേ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ വായിച്ചായിരുന്നോ? മാം അന്ന് ക്ലാസ് എടുത്തപ്പോ വായിച്ചതാണ് മാം. പിന്നെ വായിച്ചു, കുഴപ്പമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് നമ്മള് ജോയ് കൂടി പറയാനുണ്ടല്ലേ നീ? അതല്ലേ പറയാനുള്ളൂ? യെസ് മാം. ഓക്കെ. ഓക്കെ, സനില ഒന്ന് റീഡ് ചെയ്യാമോ? എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ, പറ്റുമോ നോക്കിയേ നിങ്ങളെ കൊണ്ട്, എല്ലാരെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. ജോയ്. Okay, ma'am. Joy. This joy which shines in the children's faces and surely in their whole attitude is something more than pleasure or happiness of being entertained. Like the concentration referred above, it's a deep and cryptic emotion. It is in fact the joy that nature always grants as the accompaniment to the right use of faculties. It is the joy which comes with acting in obedience to the laws of our nature. കുട്ടികളെ എപ്പോഴും ഒരു അങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഒരു സന്തോഷത്തിന്റെ ഒരു മുഖമായിരിക്കും എപ്പോഴും. അപ്പോ അവര് എന്ത് കാര്യം ചെയ്യുന്നതിലും ഒരു സന്തോഷം കണ്ടെത്തുന്നതാണ്. കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം കോൺസെൻട്രേഷനോട് കൂടിയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് അവരൊരു സന്തോഷം കണ്ടെത്തുക എന്ന് അങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കുട്ടികളെയും നമ്മൾ നോർമലൈസ്ഡ് കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമുക്ക് കാണാം. അതാണ് ശരിയാണ് കേട്ടോ സനില പറഞ്ഞത്. അതായത് നമുക്കറിയാം, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ ശ്രദ്ധിച്ചായിരിക്കും അവര് ചെയ്യുന്നത്, അല്ലെ? അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ടായിരിക്കില്ലേ ചെയ്യുന്നേ? 19ന്റെ പ്രാക്ടിക്കലിന് കുഞ്ഞുങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ? കണ്ടിരുന്നോ? ഇല്ല. പ്രാക്ടിക്കൽ ക്ലാസ്സിന് അതായത് നമ്മുടെ സ്റ്റുഡൻസിനോടൊപ്പം അവരുടെ മക്കളും കൂടി വരാറുണ്ട്.
ഇപ്പൊ പ്രാക്ടിക്കൽസിന്റെ മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവര് മറ്റൊന്നിലും ശ്രദ്ധിക്കില്ല. അവര് ആക്ടിവിറ്റീസിൽ മാത്രം മുഴുകിയിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോ അതിനർത്ഥം അവര് വേറെ ഒരു കാര്യങ്ങളും നോക്കുന്നില്ല, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു വിഷയമേ അവിടെ വരുന്നില്ല. അവരെന്താണോ ചെയ്യുന്നത്, എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത്, അതിൽ തന്നെ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നു. അപ്പോ അത് എന്താണ്, നോർമലൈസ്ഡ് ചൈൽഡിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതുപോലെ തന്നെ അതില് അവര് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവര് സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുന്നു. അവര് ഹാപ്പി ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്തിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, നോർമലൈസ്ഡ് ചിൽഡ്രൻ താല്പര്യപ്പെടുന്നു. അതാണ് ജോയ് എന്ന് പറയുന്ന ആ ഒരു പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ, നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഡീവിയേഷൻ ആണ്. അപ്പൊ നോർമലൈസേഷൻ വേറെ ഒരു കാറ്റഗറിയാണ്, ഡീവിയേഷൻ വേറെയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഡീവിയേഷൻ നിങ്ങൾ ആദ്യം ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ കേട്ടോ. ആ പേജ് ഒന്ന് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ. ഏതൊക്കെയാണ് ഡീവിയേഷൻ റീഡ് ചെയ്യുക, ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ റീഡ് ചെയ്യുക, ദെൻ ടൈപ്സ് ഓഫ് ഡീവിയേഷൻ റീഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ.
അയച്ചു കഴിഞ്ഞോ? യെസ്. ഒരാള് റീഡ് ചെയ്തോളൂ കേട്ടോ. ഡീവിയേഷൻ. Deviation. A deviation is a gap in character that will occur in a child during the formative years, birth 6 years, because obstacles or repression to his natural development. Deviation occurs when the child has the will to act, but his movements are restricted. When he got the interest, but his necessity met. The will of the adult is altered. This is when parents do not allow the child to improve his own personality. The adult imposes his personality on the child and overpower him. The child needs a loving and stimulating environment, without which his personality will be deviated. Montessori felt that deviations were not in the true of the child. ബാക്കിയോട് വായിക്കണോ മാം? വേണ്ട വേണ്ട. എന്തെങ്കിലും മനസ്സിലായോ ഡീവിയേഷൻ എന്താണെന്ന്? യെസ് മാം. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സാധാരണയിൽ നിന്നും വ്യത്യാസമായിട്ട് കാണപ്പെടുന്നതാണ്. സാധാരണയായിട്ട് ജനനം മുതൽ 6 വയസ്സ് വരെ കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അമിതമായ നിയന്ത്രണം, സമ്മർദ്ദം, അടിച്ചമർത്തൽ, ഇതെല്ലാം ഇവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയെ തടസ്സപ്പെടുത്തും. കുട്ടിക്ക് തന്നെ സ്വന്തമായിട്ട് ദ ചൈൽഡ് നീഡ്സ് ലവിങ്, കുട്ടിക്ക് സ്വന്തമായ കഴിവുകളും വ്യക്തിത്വങ്ങളും വികസിപ്പിക്കാൻ ഒരു സ്വാതന്ത്ര്യവും പ്രോത്സാഹനവും ആവശ്യമാണ്. പക്ഷേ മുതിർന്നവരും മാതാപിതാക്കളും പലപ്പോഴും അതിനെ പല റെസ്ട്രിക്ഷൻസും അതിർവരമ്പുകളും സൃഷ്ടിക്കുമ്പോൾ അവരുടെ സ്വാഭാവികമായ വളർച്ചയിൽ നിന്നും ഡെവലപ്മെന്റിൽ നിന്നും വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യതിചലനം അല്ലെങ്കിൽ വ്യത്യാസം. സാധാരണ ഒരു കുട്ടി വളർന്നു വരുന്ന ആ കുട്ടിയുടെ സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യത്യാസത്തെയാണ് എന്ത് പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ മക്കളില് നിങ്ങൾക്കത് കാണാം. എങ്ങനെയാണ് ഡീവിയേഷൻ ഉണ്ടാകുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ. കുട്ടി സാധാരണയിൽ നിന്നിങ്ങനെ വളർന്നു വരുവാണ്. വളർന്നു വരുമ്പോ അവന് സ്വാഭാവികമായിട്ടുള്ളൊരു അവന്റെ സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് എന്തുണ്ടാകാം? ആ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യതിചലനം അനുഭവപ്പെടാം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ സംഭവിക്കുന്നത് സാധാരണ കുട്ടിയുടെ പ്രധാനപ്പെട്ട സ്റ്റേജ് ആയിട്ടുള്ള, അതായത് ജനനം മുതൽ 6 വയസ്സ് വരെ ഇതുണ്ടാകാം. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം 6 വയസ്സ് വരെയാണ് എന്തുണ്ടാവുക? ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ. ഇനി കുട്ടിയുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയ്ക്ക്, അതായത് ഓരോ കുട്ടികൾക്കും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള നാച്ചുറൽ ഡെവലപ്മെന്റ് ഉണ്ട്, സ്വാഭാവിക വളർച്ചയുണ്ട്, അല്ലെ? അപ്പൊ കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുകയോ അമിതമായി കുട്ടിയെ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഡീവിയേഷൻ ഉണ്ടാകാം. എങ്ങനെയാണ് ഡീവിയേഷൻ ഉണ്ടാകുന്നത്?
കുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുകയോ, ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറയുന്നതാണ് കേട്ടോ, തടസ്സമുണ്ടാകുകയോ അല്ലെങ്കിൽ കുട്ടിയെ അമിതമായിട്ട് നിയന്ത്രിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകാം? ഡീവിയേഷൻ ഉണ്ടാകാം. നിങ്ങളുടെ കുട്ടി സാധാരണയായിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾ കുട്ടിയെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. അപ്പോ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരും. ഉണ്ടായിട്ടില്ലേ? എക്സ്പീരിയൻസ് ഉണ്ടോ? നിയന്ത്രിക്കാറില്ല? കുട്ടിയുടെ സ്വഭാവത്തില് മാറ്റം ഉണ്ടാകും. നമ്മൾ നിയന്ത്രിക്കുന്ന സമയത്ത് അവന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സ്വഭാവ സവിശേഷതകളിൽ എന്ത് വരും? മാറ്റം വരും. ഓക്കെ, അപ്പോ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അമിതമായി നിയന്ത്രിക്കുകയോ ചെയ്തു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഡീവിയേഷൻ ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു കാരണം കൊണ്ടും ഡീവിയേഷൻ വരാം. അതായത് കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക, പെട്ടെന്ന് അത് ചെയ്യാൻ കഴിയാതെ വരിക. ആ സമയത്ത് എന്തുണ്ടാകും? കുട്ടിക്ക് ഡീവിയേഷൻ ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ കുട്ടിക്ക് ഒരു പാവ വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്, പക്ഷെ കുട്ടിക്ക് അത് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ അത് തൊടാനായിട്ട് പറ്റുന്നില്ലെന്ന് വിചാരിക്കുക. ആ സമയത്ത് കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാല് അത് അവർക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ സ്വഭാവത്തിൽ വ്യത്യാസം വരില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ, വ്യത്യാസം വരും. അതിനെ നമുക്ക് എന്ത് പറയാം? ഡീവിയേഷൻ എന്ന് വിളിക്കാം. കേട്ടോ? ഈ ഡീവിയേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് കുട്ടിയുടെ പ്രവർത്തനങ്ങൾ, അതായത് അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവന്റെ മൂവ്മെന്റ്സ്, ചലനങ്ങള്, ഇതൊക്കെ നിയന്ത്രിക്കപ്പെടുക ചെയ്യുന്നത്. അവൻ സ്വാഭാവികമായി ചെയ്യുന്ന ആക്ടിവിറ്റീസുകളും അവന്റെ മൂവ്മെന്റ്സും എന്ത് ചെയ്യുന്നു? അവിടെ നിയന്ത്രിക്കപ്പെടുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരവസ്ഥയാണ് കുട്ടിക്ക് ഒരു കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കൂടിയും അതിനാവശ്യമായിട്ടുള്ള അവസരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഓക്കെ, കുട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവൻ അതിന് സമ്മതിക്കുന്നില്ല, അവന് സ്വാതന്ത്ര്യമില്ല അത് ചെയ്യാനായിട്ട്. അപ്പോഴും അവന്റെ സ്വഭാവത്തില് ഡീവിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സമയത്താണ്, ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകുന്നത്? ഡീവിയേഷൻ ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളെ വാച്ച് ചെയ്യുക കേട്ടോ. എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തില് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് വാച്ച് ചെയ്യുക. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആണോ? എപ്പോഴാണ് ഡീവിയേഷൻ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി? ഓക്കെ, ഇനി നമ്മുടെ മരിയ മോണ്ടിസോറി, ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് കുട്ടികളില് ഡീവിയേഷൻ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുട്ടിയുടെ ആഗ്രഹം സ്വന്തം ആഗ്രഹത്തിന് പകരം എപ്പോഴും മുതിർന്നവരുടെ ആഗ്രഹങ്ങളാണ് നടപ്പിലാക്കുന്നത്. ശരിയല്ലേ? കുട്ടിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതല്ല സാധിച്ചു കൊടുക്കുന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവൻ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക, അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മള് വിചാരിക്കുന്ന പോലെ വളരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക, അല്ലെ? അപ്പോ ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത് ഇതാണ്. അതായത് മുതിർന്നവര് കുട്ടികളുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് മുതിർന്നവരുടെ ആഗ്രഹങ്ങളാണ് അവരിലൂടെ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഡീവിയേഷൻ വരും. ഓക്കെ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, പാരന്റ്സിന് കുട്ടിക്ക് സ്വന്തം വ്യക്തിത്വം വളരാനായിട്ട് അവസരം നൽകുന്നില്ല. തനിയെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ചില പാരന്റ്സ് സമ്മതിക്കാറില്ല, അല്ലെ? ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാമെന്ന് പറയുമ്പോ ആ പാരന്റ്സ് പറയുന്നത്, അയ്യോ നീ ഒറ്റയ്ക്കൊന്നും പോകണ്ട, നീ ഒറ്റയ്ക്കൊക്കെ പോയാൽ പ്രശ്നമാകും, നിനക്ക് വഴി അറിയില്ല, നിന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറില്ലേ നിങ്ങള്? കുട്ടി എന്തെങ്കിലും കാര്യം സ്വയം ചെയ്യാനായിട്ട് മുതിരുമ്പോ പറയാറില്ല? നിങ്ങള് പ്രോത്സാഹിപ്പിക്കാറുണ്ട്? പറയാറുണ്ട്. ഓക്കെ, അപ്പോ എന്താണ്? കുട്ടിക്ക് സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ ആ ഒരു അവസരത്തിൽ എന്തുണ്ടാകും? കുട്ടിക്ക് ഡീവിയേഷൻ ഉണ്ടാകും. അപ്പൊ പാരന്റ്സ് എന്ത് ചെയ്യുന്നില്ല? കുട്ടിയുടെ വ്യക്തിത്വം വളരാനായിട്ട് അനുവദിക്കുന്നില്ല. ആ ഒരു സന്ദർഭം ഡീവിയേഷന് കാരണമാകും. പിന്നെ അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ, പാരന്റ്സ് ആയാലും വീട്ടിലുള്ള ഗ്രാൻഡ് പാരന്റ്സ് ആയാലും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വഭാവവും കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്നു.
നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ എന്താണോ പാരന്റ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനാണ്. ഇപ്പൊ പാരന്റ്സ് ആഗ്രഹിക്കുകയാണ് എല്ലാത്തിനും ഫുൾ മാർക്ക് വേണം പരീക്ഷയില്. കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവില്ല എല്ലാത്തിനും ഫുള്ള് വേണം. കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവോ? ചില കുട്ടികൾക്ക് ഉണ്ടാവോ കേട്ടോ. എല്ലാത്തിനും എനിക്ക് ഫുൾ മാർക്ക് വേണം. എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് വേണം എന്ന് ആഗ്രഹം ഉണ്ടാവോ? ഉണ്ടാവോ? ചില കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് അത്രയും മാർക്ക് വേണ്ടാന്ന്. പക്ഷെ ചില പാരന്റ്സ് ഉണ്ട് വാശി പിടിക്കുന്ന, എല്ലാത്തിനും A+ വാങ്ങിക്കണം നീ, എല്ലാത്തിനും നീ A+ വാങ്ങിച്ചിട്ട് നീ വീട്ടിൽ വരാവൂ. അങ്ങനെ പറയുമ്പോ എന്താണ്, അവരുടെ ഇഷ്ടമാണ് ആ കുട്ടിയെ അടിച്ചേൽപ്പിക്കുന്നത്. ഓക്കെ, നീ ഇന്ന് കളിക്കാനായിട്ട് പോവണ്ട, ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. അപ്പൊ ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നില്ല, കളിക്കാനായിട്ട് വിടുന്നില്ല. അവിടെ ആരുടെ ഇഷ്ടമാണ് അടിച്ചേൽപ്പിക്കുന്നത്? പാരന്റ്സിന്റെ ഇഷ്ടമാണ് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു. ഇത്തരത്തിലാണ് ഡീവിയേഷൻ നടക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുട്ടിക്ക് സ്നേഹവും വളർച്ചയ്ക്ക് സഹായിക്കുന്ന നല്ല അന്തരീക്ഷം ആവശ്യമാണ്. കുട്ടി വളരാനായിട്ട് കുഞ്ഞിന് സ്നേഹം കൊടുക്കണം നമ്മള്. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പൊത്തിപ്പിടിച്ച് കിടന്നിട്ട് യാതൊരു കാര്യമില്ല. അത് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. കുട്ടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ കുട്ടിയോട് അത് തുറന്ന് കാണിക്കണം. പിന്നെ കുട്ടിയുടെ വളർച്ചയ്ക്ക്, അവന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. ഓക്കെ, അപ്പോ അത്തരം അന്തരീക്ഷം ഇല്ലെങ്കിൽ കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിൽ അല്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റില് എന്തുണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അതാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി ഇവിടെ പറഞ്ഞ് വെക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോ എങ്ങനെയാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്, ആരൊക്കെയാണ് ഡീവിയേഷന് കാരണമാകുന്നത്, ഡീവിയേഷൻ നടന്നു കഴിഞ്ഞാൽ കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ? നിങ്ങള് ഡീവിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് നിങ്ങളുടെ കുട്ടികളിൽ നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാട്ടോ. ഇല്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല. ഡീവിയേഷൻ എല്ലാ കുട്ടികൾക്കും ഡീവിയേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. സത്യമായിട്ട് പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഡീവിയേഷൻ സംഭവിക്കാറുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു നിയന്ത്രണങ്ങള് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അവരുടെ ഡീവിയേഷന് കാരണമാകാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് റെസ്ട്രിക്ഷൻസ് നമ്മൾ വരുത്താറുണ്ട് നമ്മുടെ ചില ഇഷ്ടങ്ങൾ മൂലം. ഓക്കെ, അപ്പോ ഡീവിയേഷൻ സംഭവിക്കാറുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് റീഡിംഗ്. ഞാൻ പറഞ്ഞോട്ടെ, എന്റെ മോൾക്കും ഇതേപോലെ ഞാൻ ചില കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. വെച്ചാൽ വെള്ളത്തിൽ കളിക്കാൻ പോകുമ്പോ അഴുക്കിലൊക്കെ ഇറങ്ങുമ്പോ ചെയ്യല്ലേ എന്ന് പറയും. അപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ഉള്ളത് അവര് പറയും മണ്ണി ചവിട്ടി നടന്നാലാ പിള്ളേര് ഇതാവുള്ളൂ, അവർക്ക് കാര്യങ്ങൾ ചെയ്യണം, നീ ഇങ്ങനെ പിടിച്ചു വെക്കരുത്, അഴുക്കൊക്കെ ആവും, ചിലപ്പോ അവരതൊക്കെ വായലിടും എന്ന് വെച്ചിട്ട് പിടിച്ചു വെക്കരുതെന്ന് പറയും. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴാവുമ്പോ മോള് അത് എനിക്ക് വേണ്ടി അവള് സാക്രിഫൈസ് ചെയ്യാറുണ്ട്, വലിയ വാശി പിടിക്കൂല. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സ് ഉള്ളപ്പോ ഇതുപോലെ ഓപ്പോസിറ്റ് പറയണത് കേൾക്കുമ്പോ ആൾക്ക് തോന്നിയ ഇത് ഉമ്മി മാത്രമാണല്ലോ പറയണത്, ബാക്കിയുള്ളവരൊക്കെ അലോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ആള് കുറച്ചും കൂടെ ഇതേപോലെ ടാൻഡൻസ് കാണിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഫോഴ്സ്ഫുള്ളി വാശി പിടിക്കാൻ തുടങ്ങി, ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആദ്യത്തിൽ ആൾ അത്രയും ഇതുണ്ടാവൂല, പറഞ്ഞു കഴിഞ്ഞാൽ ആള് കൺട്രോൾഡ് ആയിട്ട് നിന്നിരുന്ന ആളാണ്. പിന്നെ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയർ മാറി തുടങ്ങിയപ്പോൾ ആൾക്ക് അത് ചെയ്യണം തോന്നി തുടങ്ങി. പക്ഷെ ആള് തന്നെ കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ വെള്ളത്തിലും ഇതിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോ അലർജീസ് വന്നു തുടങ്ങി. നമ്മളുടെ കുറച്ച് സ്കിന്ന് ഡ്രൈ ആയിരുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഒരുപാട് പോണ്ടെന്നല്ല, പോകുമ്പോ ഒരുപാട് ആക്കിയിട്ട് വരും, കൺട്രോൾ ഇല്ലാണ്ടുള്ള രീതിയിൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതുപോലെ അലർജിയും കാര്യങ്ങളും വന്നപ്പോ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് പറഞ്ഞു പൊടിയിലൊന്നും പോവരുത്, അതുപോലെ അഴുക്കുള്ള വെള്ളത്തിൽ കളിക്കാൻ പാടില്ല. അപ്പൊ ഇതേപോലെ ഗ്രാൻഡ് പാരന്റ്സ് അവളുടെ പറഞ്ഞിരുന്നത് ഞാൻ മുമ്പേ തൊട്ട് ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ട് നടന്നുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ അലർജി വന്നേന്ന്. ആദ്യത്തിലേ തൊട്ട് നമ്മൾ ആ റെസ്ട്രിക്ഷൻ ഇല്ലാതെ കുട്ടികളെ അതിലേക്ക് വിട്ടിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി ഷെയർ ചെയ്യണം. അങ്ങനെ ഇത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ വന്നേന്ന് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ കുറച്ച് നാള് ഞങ്ങള് അബ്രോഡ് ആയിരുന്നു, അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോഴാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആവുമ്പോ ഒരു വീടിന്റെ അകത്ത് തന്നെയല്ലേ, പുറത്തേക്ക് അധികം ഇറങ്ങേണ്ടി വരുന്നില്ല, ഒരുപാട് ഇതായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അതല്ല, തുറന്ന ഇതാണ്. അപ്പൊ ഓടിക്കളിക്കലും വീഴലും പൊട്ടലും ഒക്കെ കൂടുതൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ മാറുമ്പോഴാണ് ചേഞ്ചസ് വന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു, അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
Then വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. ആർക്കും ഇല്ല എക്സ്പീരിയൻസ്? സനിലയ്ക്കൊന്നും പറയാനില്ലേ സനില? പറയാ അതെ. എന്റെ ഒരു കുറെ ഉണ്ട്, എന്നാലും ഓർത്തപ്പോ പറയാണ്, മകള് നന്നായിട്ട് ഡാൻസ് കളിക്കും. പക്ഷെ ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് അലർജറ്റിക് ആയതുകൊണ്ട് ഇതേപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ അസുഖങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇപ്പൊ സ്കൂളിലൊക്കെ ഫുൾ എല്ലാ പ്രോഗ്രാമിനും ആളെ വിളിക്കും. അപ്പൊ ഹസ്ബൻഡ് റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ആള് പറയും വേണ്ട, പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അസുഖമായിട്ട് വരും, ഞാൻ കൊണ്ടുപോണ്ടി വരും, അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആളെ വല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് സങ്കടാവും. അപ്പൊ ആ ഒരു സമയത്ത് അവളുടെ ഈ ഒരു ഇത് ഞാൻ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോ ആളങ്ങ് ഭയങ്കരമായിട്ട് ഡള്ളാകും, വീക്കാവും, എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം എനിക്ക് മാത്രം എന്താ അപ്പ ഇങ്ങനെ പറയുന്നേ, ഡാൻസ് കളിക്കാൻ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഡള്ളായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു അപ്പൻ അങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് തന്നെ. അപ്പൊ ഡാൻസിന് ഇപ്പൊ പഠിക്കാനായിട്ട് വിടുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാലും കുറെ തുള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ നെഞ്ചിൽ നീർക്കെട്ട് വന്നിട്ട് ശ്വാസം മുട്ട് പോലെ വരും എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ച് ഇപ്പൊ ഒരു 10 വയസ്സ് വരെ ആയി. പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു കേട്ടോ. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു ഡീവിയേഷൻ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടമായിട്ട്. പിന്നീട് ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നമ്മളിപ്പോ എല്ലാത്തിനും ആളെ ചേർക്കും. ഒരിക്കലും ഒരു പ്രോഗ്രാമിന് ചേർക്കാണ്ടില്ല, പക്ഷെ ആ ഒരു സമയത്ത് വീട്ടിലേക്ക് വന്ന് പറയുമ്പോ ഇങ്ങനെ അപ്പ ഇങ്ങനെ പറയും വേണ്ട എന്നുള്ള കാര്യം പറയുമ്പോ ആ ഒരു സമയത്തേക്ക് ഒരു 2-3 ദിവസം പിന്നെ ഡള്ളായിരിക്കുള്ളൂ ആള്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറിയ ആളാണെന്നുണ്ടെങ്കിലും ഈ ഹസ്ബൻഡിന് ഇങ്ങനെ പെർഫെക്റ്റ് മാൻ ആണ്. അപ്പൊ ഈ ചുമരിലൊന്നും വരയ്ക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടല്ല. അപ്പൊ അതൊക്കെ കൊച്ച് അപ്പൊ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടാവും, അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് വല്ലാണ്ട് ഇങ്ങനെ വാശി കാണിക്കാറുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഓക്കെ ആകും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സിറ്റുവേഷൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ മക്കളിലും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുമ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ സിംഗിൾ ചൈൽഡിന്റെ ഒക്കെ കാര്യത്തില് അവരുടെയൊക്കെ എന്ന് പറഞ്ഞാല് അവരിങ്ങനെ വളർന്നു വരുമ്പോ അവരുടെ ഏർലി സ്റ്റേജ്, അതായത് അവരുടെ തീരെ കുഞ്ഞു പ്രായം ഉണ്ടല്ലോ, നഴ്സറിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലൊക്കെ അവർക്ക് മറ്റുള്ളവരുമായിട്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ബോള് കളിക്കാനും അതുപോലെ തന്നെ ക്രിക്കറ്റ് അല്ല ബോള് കളിക്കാനും അതുപോലെ സാറ്റ് കളി അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മറ്റ് നെയ്ബേഴ്സ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് സ്കൂളിലായാലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അവര് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അതിന്. അപ്പൊ നമ്മൾ അവരെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവര് വളർന്നു വരുമ്പോ കുറച്ചും കൂടി കഴിഞ്ഞു വരുമ്പോ നമ്മൾ അവരിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് നീ പോകരുത്, നീ പോയാല് അവിടെ പൊടി കയറും, അല്ലെങ്കിൽ മണ്ണാകും, അല്ലെങ്കിൽ നീ വീഴും, അവിടെ ഒറ്റയ്ക്കാണ്, പട്ടിയുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട് പാരന്റ്സും മറ്റേ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. അതായത് സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട്. അപ്പൊ ഈ കുട്ടി ഇതൊക്കെ കേട്ടിട്ടാണ് വളർന്നു വരുന്നത്. ഈ കുട്ടി ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു ഈ കുട്ടി പോയി, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു ഈ കുട്ടി പോയി, മൂന്നാമത്തെ പ്രാവശ്യം ഈ കുട്ടിയെ വഴക്ക് പറയാണ്, നീ പോവരുത്, പോയാൽ എന്റെ നിന്ന് കിട്ടുമെന്ന് പറയാണ്. അപ്പൊ ഈ കുട്ടി പിന്നെ പോവില്ല. അത് കഴിഞ്ഞ് വീണ്ടും അവര് വന്ന് വിളിക്കുമ്പോൾ ഈ കുട്ടി പോവാനായിട്ട് തയ്യാറാകില്ല. പിന്നെ ഈ കുട്ടി വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജിലും ഈ കുട്ടി മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് മറന്നു പോവാണ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യില്ല. കാരണം ചെറുപ്പത്തിലെ തന്നെ അതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് വളർത്തിയത്. ചെറുപ്പത്തിലെ അതിന് ഫ്രീഡം കൊടുത്തിരുന്നെങ്കിൽ വലുതാവുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്താനെ, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്താനെ, സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചാനെ. ഇത് ആ കുട്ടി ആ ഒരു ചുമരിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറും. ആ കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയിൽ ആ കുട്ടിക്ക് ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയിൽ ആ കുട്ടി മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു സമയത്ത് നമ്മൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ വളർന്നു വരുന്ന സമയത്ത് അത് ആരുമായിട്ടും ഇന്ററാക്ട് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ ആ കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയിൽ എന്ത് കൊണ്ടുവന്നു? ഡീവിയേഷൻ നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, ആ കുട്ടിക്ക് വളരാനുള്ള അവസരം കൊടുത്തില്ല. ആ കുട്ടിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ തന്നെ അത് ബാധിച്ചു. പിന്നെ അത് ഒരു മുറിയിൽ ഒതുങ്ങി ജീവിച്ചു.
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുമൂലം ഉണ്ടാകാം. ഇതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി ഇതൊക്കെ എന്ത് ചെയ്തത്, നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞും എഴുതിയും വെച്ചത്. കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇങ്ങനെയുള്ള ചൈൽഡിനെ നമുക്ക് കാണാൻ പറ്റും. സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ, ഒരു വീട്ടിൽ ഒറ്റ കുട്ടിയാണെങ്കിൽ റെസ്ട്രിക്ഷനോട് കൂടിയിട്ടായിരിക്കും ആ കുട്ടിയെ വളർത്തുക, ഫ്രീഡം കൊടുക്കില്ല. 2 കുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കോട്ടയെന്ന് വിചാരിക്കാം. അതായത് 2 പേരുണ്ടല്ലോ, 2 പേരും തമ്മിൽ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ സിംഗിൾ ചൈൽഡിന്റെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓപ്പൺ ആയിട്ട് അവരെ വിടാന്നുള്ളത്. നമുക്ക് നിയന്ത്രണം വേണം, നിയന്ത്രിക്കേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് വലുതാവുമ്പോൾ അവരെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുക. ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അത് ശരിക്കും ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ്. അതായത് ചെറുപ്പത്തിലെ ഇവരെ എന്താണോ നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ് അവര് വലുതാവുമ്പോഴും റിസീവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് അവരെ ഇങ്ങനെ നിയന്ത്രിച്ചു, അയ്യോ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ ഇതായി പോകും, ഇത് ചെയ്താൽ അതായി പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പറയാം. അപ്പൊ കുഞ്ഞുങ്ങൾ തന്നെ നമ്മളോട് പറയും, ഇതെന്താണ് എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങനെ പറയാറുണ്ടോ കുഞ്ഞുങ്ങൾ നിങ്ങളോട്? എന്തെങ്കിലും അല്ല ചെയ്യാൻ സമ്മതിക്കൂ നിങ്ങള് എന്ന് പറയാറുണ്ട്. എന്താണ് ഒന്നും ചെയ്യാൻ ഞാൻ റെഡി ആണെങ്കിലും നിങ്ങൾ സമ്മതിക്കുന്നില്ല, ഇതെന്ത് ഇങ്ങനെ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കും. നമ്മൾ അവിടെ ഡീവിയേറ്റ് ചെയ്യുവാണ് അവരെ. അപ്പൊ അത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അവര് വളർന്നോട്ടെ. ശരിക്കും പറഞ്ഞാൽ ചിത്രശലഭങ്ങളാണ് അവര്, പറക്കാനായിട്ട് വിടുക എന്നുള്ളതാണ്. ഓക്കെ, പറന്ന് ആസ്വദിച്ച് എല്ലാം കണ്ട് അവർക്ക് തോന്നുമ്പോൾ അവര് തിരികെ വരണം. അങ്ങനെയാണ് വളർത്തേണ്ടത്. പക്ഷെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പറഞ്ഞു കൊടുക്കുകയും വേണം. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടും ഇതിന്റെ ഇടയിൽ നമ്മൾ നടത്തിയിരിക്കണം, എന്നാൽ മാത്രമാണ് ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? കാര്യം പിടികിട്ടിയല്ലോ എന്താണ് ഡീവിയേഷൻ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ. ഒരാളൊന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. ആരാ റീഡ് ചെയ്യാം? Classes of deviated children. Mental deviations are difficult to identify at a peak when compared to physical deviation, like some atypical looks in the physical structure. Deviation from the mind normally does not exhibit itself clearly. It is possible to categorize 3 main classes of deviated children. First one, naughty children. Naughty children are strong and behave with violence to wrong treatment they have received. These children have tantrums, kick and bite, defy adults. They are generally greedy, destructive, and cruel to other children and animals. Although active, these children are clumsy in their movement. Second one, weak children. They are considered as good children. However, they are deviated. They are lazy, sticks to adult and afraid of everything new. They may from habits of lying and stealing. They are often considered to be slow learners. Third one, bright children. These children are very imaginative and have a world of their own. They have chosen neither to fight nor give into hostile condition. They have turned their back to reality and are living in their own fantasies. They are restless. ഓക്കെ, അതായത് ഡീവിയേറ്റഡ് ചിൽഡ്രനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. നോട്ടി ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെപ്പോഴും നല്ല സ്ട്രോങ് ആയിരിക്കും. മറ്റുള്ളവരോട് പെരുമാറുന്ന വയലൻസ് ആയിട്ടും തെറ്റായിട്ടും ആയിരിക്കും, തെറ്റായുള്ള രീതിയിലായിരിക്കും അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത്. അതായത് കിക്ക് ചെയ്യുകയും കടിക്കുക, മുതിർന്നവരോട് അപമര്യാദയായിട്ട് സംസാരിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമായിരിക്കും ഈ നോട്ടി ചിൽഡ്രൻസിന്. ഇത് മറ്റുള്ള കുട്ടികളെ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ വീക്ക് ചിൽഡ്രൻ ആണ്. അവരെന്ന് വെച്ചാൽ നല്ല കുട്ടികളാണ്, പക്ഷെ ചില സമയങ്ങളിൽ അവർക്കും വ്യതിയാനം സംഭവിക്കാം. അതായത് ചിലപ്പോൾ മടി കാണിക്കുകയും മുതിർന്നവരോട് എപ്പോഴും ചേർന്ന് നിൽക്കും. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് എപ്പോഴും ഒരു ഭയമായിരിക്കും ഉള്ളില്.
പിന്നെ ബ്രൈറ്റ് ചിൽഡ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലായിരിക്കും, പുറമേയുള്ള ഫൈറ്റർ അങ്ങനെയുള്ള ഇതിനൊന്നും പോവാതെ അവരായിട്ടുള്ള ഒരു ഇതിലായിരിക്കും ജീവിക്കുക. പക്ഷെ അവരെപ്പോഴും അസ്വസ്ഥരായിരിക്കും. ഓക്കെ. അപ്പോ ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആണ്. അതായത് മെന്റൽ ഡീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ട് ആണ് കുറച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഫിസിക്കൽ ഡീവിയേഷനേക്കാളും. എന്നാലും നമുക്ക് മെന്റൽ ഡീവിയേഷൻസിനെ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഡീവിയേഷൻസിനെ അവരുടെ ക്ലാസസിനെ 3ആയിട്ട് തരംതിരിക്കാം, കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാണ് നോട്ടി ചിൽഡ്രൻ. നോട്ടി ചിൽഡ്രൻ എന്ന് പറഞ്ഞാല് അതായത് ശ്രദ്ധിക്കാരായിട്ടുള്ള കുട്ടികളെയാണ് നോട്ടി ചിൽഡ്രൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് നോട്ടി ചിൽഡ്രന്റെ പ്രത്യേകത? അതായത് ശക്തമായിട്ട് പ്രതികരിക്കുന്ന കുട്ടികളെയാണ് നോട്ടി ചിൽഡ്രൻ എന്ന് പറയുന്നത്. ശക്തമായിട്ട് പ്രതികരിക്കുന്ന കുട്ടികൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അക്രമകാരമായിട്ട് പെരുമാറും, അതായത് അക്രമാസക്തി ഉണ്ടാകും. അതായത് അക്രമം കാണിക്കാനുള്ള, വയലൻസ് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ ദേഷ്യം വന്നാല് ഇവര് കരയും, അതുപോലെ തന്നെ ചവിട്ടുകയോ കടിക്കുകയോ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഇവര് കാണിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ബിഹേവിയർ ഇവരുടെ അടുത്ത് നിന്ന് ഉണ്ടാകും. പിന്നെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കും. അതുപോലെ തന്നെ ചില സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. പിന്നെ നശിപ്പിക്കാനുള്ള എന്ത് സാധനവും കിട്ടിക്കഴിഞ്ഞാൽ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. പിന്നെ അത്യാഗ്രഹം, അതായത് എന്ത് സാധനവും വേണം വേണം എന്നുള്ള ഒരു അതിബുദ്ധി, അങ്ങനെയുള്ള ഒരു ആഗ്രഹം, ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം. അതായത് ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നവരെ കിടന്ന് കരയുക, അത്തരത്തിലുള്ള ഒരു ടെൻഡൻസിയും ഈ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നോട്ടി ചിൽഡ്രൻ എന്ന് പറയുക. കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ? ഈ സൺഡേ പള്ളിയിൽ പോയപ്പോ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടു മിസ്. ആ കുട്ടി ഇരിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു കസേര അത് വേറൊരു കുഞ്ഞ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട്, എന്റെ ദൈവമേ, അത് അവിടെ കാണിച്ചു കൂട്ടാത്ത ഒന്നുമില്ല. അമ്മ സഹി കേട്ടു. അപ്പൊ മിസ് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ആ കുഞ്ഞ് അവന്റെ മുഖത്ത് പോലും നിറച്ച് വരയും കുത്തൊക്കെയാണ്. അപ്പൊ അത്രയ്ക്ക് നോട്ടിയായിട്ടുള്ള ഒരു കുഞ്ഞ്. ഇത് സെയിം ക്യാരക്ടർ മിസ് ഇപ്പൊ പറഞ്ഞത്. അതാണ് നോട്ടി ചിൽഡ്രൻ. അപ്പൊ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ കണ്ടാല് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ ശക്തമായിട്ട് റെസ്പോണ്ട് ചെയ്യും ഒന്ന്. പിന്നെ അക്രമം, അതായത് ഭയങ്കരമായിട്ട് വയലൻസ് ആ ഒരു രീതിയിൽ പെരുമാറും. പിന്നെ ദേഷ്യം വന്നാല് കരയും. പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കും, അതായത് ചവിട്ടുക, കയ്യിൽ കിട്ടുന്നവർ ആരാണോ അവരെ ചവിട്ടുകയും കടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ, അതായത് അവനോട് പറയാണ് ചെയ്യരുത് മോനെ ചെയ്യരുത് എന്ന് പറഞ്ഞാല് അവനത് കേൾക്കില്ല, അനുസരണക്കേട് കാണിക്കും, അനുസരിക്കില്ല മുതിർന്നവരെ കേട്ടോ. പിന്നെ നശിപ്പിക്കുക, പിന്നെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള കൈ കിട്ടുന്ന എന്തോ അതൊക്കെ നശിപ്പിച്ച് വലിച്ചെറിഞ്ഞൊക്കെ കളയും. ഇതിനെയാണ് നോട്ടി ചിൽഡ്രൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, ധാരാളം ഉണ്ട്. നമുക്ക് കാണാനായിട്ട് പറ്റും ചില സ്ഥലങ്ങളിൽ. ഇപ്പൊ സനില പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. പിന്നെ ഫാമിലിയിൽ തന്നെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് നോട്ടി ചിൽഡ്രൻ എന്ന്? ക്ലിയർ അല്ലേ? രണ്ടാമത്തത് വീക്ക് ചിൽഡ്രൻ ആണ് കേട്ടോ. വീക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ദുർബലരായിട്ടുള്ള കുട്ടികളാണ്. പുറമെ നല്ല കുട്ടികളെ പോലെ തോന്നും, പക്ഷെ ഇവർക്ക് ഡീവിയേഷൻ ഉണ്ടാകാം. പുറമെ നല്ല കുട്ടികളാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അവരിൽ ഡീവിയേഷൻ ഉണ്ടാകാം. ഇവര് മടിയുള്ളവരായിരിക്കും. മടി ഉണ്ടാവട്ടെ, അവരുടെ ബേസിക് ഫാക്ടർ മടിയാണ്. പിന്നെ മുതിർന്നവരോട് അമിതമായിട്ട്, അതായത് മുതിർന്ന ആളുകൾ, പാരന്റ്സിനെ ആയാലും ഗ്രാൻഡ് പാരന്റ്സിനെ ആയാലും ഒക്കെ കൂടുതലായിട്ട് അവരെ ആശ്രയിക്കും, ഡിപ്പെൻഡ് ചെയ്യും. അതായത് മറ്റൊരാളില്ലാതെ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, എല്ലാത്തിനും ഒരാളെ ആശ്രയിക്കാം. ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മുതിർന്നവരെ അമിതമായിട്ട് ആശ്രയിക്കുന്ന കുട്ടികള്. പിന്നെ മുതിർന്നവരോട് കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ടും ഇവര് താല്പര്യപ്പെടും. പിന്നെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയപ്പെടും. അതായത് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പേടിയായിരിക്കുള്ളൂ, ഭയങ്കരമായിട്ട് പേടി ഉണ്ടാകും. നീ അത് ചെയ്യുന്ന പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, എന്നെ കൊണ്ട് പറ്റില്ല. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും,
സംസാരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ചെയ്യണമെങ്കിൽ അതിന് ഭയം ഉണ്ടാകും, ഫിയർ ഉണ്ടാകും. പിന്നെ ചില സമയത്ത് കള്ളം പറയുക, ചില സമയത്ത് മോഷണം തുടങ്ങിയ ശീലങ്ങൾ അവർക്ക് ഉണ്ടാവും. ചില കുട്ടികളായിട്ട് ചിലപ്പോ മാത്രം, ഇങ്ങനെയുള്ള കുട്ടികളിൽ ചിലവരിൽ മാത്രം കള്ളം പറയുന്ന ശീലം ഉണ്ടാകും, മോഷണം തുടങ്ങിയ ശീലങ്ങൾ ഉണ്ടാവും. പിന്നെ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നവരായിട്ട് ഇവരെ കണക്കാക്കപ്പെടുന്നു. ഇവർക്ക് പഠിക്കാനായിട്ട് കൂടുതൽ സമയം വേണം കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളാണ് എന്ത് വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? ഉണ്ടോ? ഉണ്ട്. ഇതാണ് വീക്ക് ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ ആ ഒരു കാറ്റഗറിയാണ് അത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെരി ഇമാജിനേറ്റീവ് എന്ന് പറയുന്നുണ്ട് ഇവര് കേട്ടോ. അതായത് വളരെയധികം ഭാവനാശക്തി അല്ലെങ്കിൽ ചിന്താശക്തിയുള്ള കുട്ടികളാണ് എന്ത് ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ലോകമുള്ളത് പോലെയാണ് ഇവർ പെരുമാറുക. സ്വന്തമായിട്ടൊരു വേൾഡ് ഉണ്ട്, അല്ലെങ്കിൽ താൻ തന്നെയാണ് എല്ലാം എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക ഇവര് പെരുമാറുക. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അതിനോട് ഫൈറ്റ് ചെയ്യുക, പിന്നെ അവയ്ക്ക് കീഴടങ്ങാതെ ഇരിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക, ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. പിന്നെ റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നു, ആ ഒരു സ്വഭാവ സവിശേഷത ബ്രൈറ്റ് ചിൽഡ്രനുണ്ട്. പിന്നെ സ്വന്തം ഭാവനാ ലോകത്തിൽ, അതിൽ സ്വന്തം ഫാന്റസിയിൽ ജീവിക്കുന്നത് പോലെ ആയിരിക്കും ഈ കുട്ടികൾ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ അസ്വസ്ഥതകള് ഏത് സമയത്തും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് എന്ത് ബ്രൈറ്റ് ചിൽഡ്രന്റെ പ്രത്യേകത എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ 3 തരമാണ്. 1 നോട്ടി ചിൽഡ്രൻ, 2 വീക്ക് ചിൽഡ്രൻ, 3 ബ്രൈറ്റ് ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. വായിക്കാമോ ആരെങ്കിലും? ടൈപ്സ് ഓഫ് ഡീവിയേഷൻ. Types of deviation. Some of the deviation Montessori described are seen in different forms in different types, naughty, weak, and bright of children, whilst others are unique to just one type. Children with deviated characteristics become quiet in the prepared environment since they start working on the practical materials. Children attain control over their movement and they attain power over themselves. With increased concentration, all negative traits found in children before they come in contact with the prepared environment will disappear. They develop powers of self-control and obedience. They offer mutual help and provide moral help to their peers. They are able to work in harmony. They are referred to as a new children and can be referred to as normalized. അതായത് ഡീവിയേഷൻസിൽ മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിഫറെന്റ് ഫോംസ് ആണ്. നോട്ടി, വീക്ക്, ബ്രൈറ്റ്, 3 തരത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മള് കാറ്റഗറൈസ് ചെയ്തത്. അതില് നമ്മള് ചിൽഡ്രൻസ് ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയൺമെന്റുമായിട്ട് അവര് എന്താ പറയാ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് അവര് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവർക്ക് എന്താ പറയാ പരസ്പരം സഹായിക്കാനും അവരുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ അപ്പാരറ്റസുകൾ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള കുട്ടിയായാലും, നോട്ടി ചിൽഡ്രൻ ആയിക്കോട്ടെ, വീക്ക് ചിൽഡ്രൻ ആയിക്കോട്ടെ, ബ്രൈറ്റ് ചിൽഡ്രൻ ആയിക്കോട്ടെ, ആ കുട്ടികള് ഈ അപ്പാരറ്റസുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്ന സമയത്ത് കുട്ടി കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന നെഗറ്റീവ് സ്വഭാവങ്ങൾ കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് മുമ്പ് കുട്ടിക്ക് ഉണ്ടായിരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരുന്നതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ കുട്ടിക്ക് സ്വയം നിയന്ത്രിക്കാനും അതുപോലെ അനുസരിക്കാനും കഴിവ് കുട്ടിക്ക് ഉണ്ടാവുന്നു. പിന്നെ അവര് പരസ്പരം സഹായിക്കുന്നു.
പിന്നെ കൂട്ടുകാരെ നല്ല കാര്യങ്ങളിൽ സഹായിക്കുന്നു, എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു. ഈ മാറ്റം വന്ന കുട്ടികളെയാണ് ന്യൂ ചിൽഡ്രൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവരെ നമുക്ക് നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് വിളിക്കാം. അപ്പൊ നോർമലൈസ്ഡ് ചിൽഡ്രനെ കുറേയധികം പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്തരത്തില് നോട്ടി ആയിട്ടുള്ള, വീക്ക് ആയിട്ടുള്ള, ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളില് ഇത്തരത്തില് കുറേയധികം കാര്യങ്ങള് ചെയ്യുന്ന സമയത്ത്, അപ്പാരറ്റസുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, അല്ലെങ്കിൽ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയൺമെന്റുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴവരെ എന്ത് വിളിക്കാം? ന്യൂ ചിൽഡ്രൻ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് വായിച്ചോളൂ കേട്ടോ. അടുത്തത് നിങ്ങള് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്തിട്ട് വായിച്ചാൽ മതി. അറ്റാച്ച്മെന്റ് വരെ റീഡ് ചെയ്യുക. അറ്റാച്ച്മെന്റ്.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? യെസ് മാം. യെസ്. ഒന്ന് സനില വായിക്കാമോ ആദ്യത്തെ പോയിന്റ്? അത് സൈക്കിക് ഫ്യൂഗ് എന്നാണോ മാം? അതെ അതെ അതെ, സൈക്കിക് ഫ്യൂഗ് എന്നാണ് കേട്ടോ. Psychic fugue. Fugue comes from the Italian word for runway, a flight of the mind. When the child's mind sees hindrance, the child will take the refuge in a fantasy world, a world that he finds more preferable than the real environment. 2 points to know if this is a deviation. If the child cannot tell the difference between fantasy and reality, if the child uses the world of fantasy as a means of escape instead of a game. To resolve this, the teacher will center on what to do at home. The teacher may recommend activities that the child could do at home. Next item. വേണ്ട വേണ്ട. അതായത് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്, ഫ്യൂഗ് എന്ന വാക്കിന്റെ അർത്ഥം ഒളിച്ചോടുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നാണ് കേട്ടോ. ഇറ്റാലിയൻ വേർഡ് ആണ് ഫോർ റൺവേ എന്ന് പറയുന്നുണ്ട് കേട്ടോ, എ ഫ്ലൈറ്റ് ഓഫ് ദ മൈൻഡ്. അപ്പോ ഫ്യൂഗ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡ് ആണ്. ഒളിച്ചോടുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് ആ വാക്കിന്റെ മീനിങ് വരുന്നത്. ഇവിടെ ശരീരമല്ല ഓടിപ്പോകുന്നത്, ബോഡി എന്ത് ചെയ്യുന്നില്ല, ഓടിപ്പോകുന്നില്ല, മറിച്ച് മനസ്സ് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതായത് റിയാലിറ്റിയിൽ നിന്ന് ഭാവനാ ലോകത്തേക്ക് പോകുന്നതാണ് എന്ത് ഇവിടെ ഒളിച്ചോടുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്ന് അർത്ഥമാക്കുന്നത്. അതായത് കുട്ടിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ, അതായത് കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നു, ഭാവനാ ലോകത്തേക്ക് പോകുന്നു. നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ്. അതായത് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, റിയാലിറ്റിയിൽ നിന്ന് ഭാവനയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഭാവനാ ലോകത്തിലേക്ക് പോകുന്നു. അപ്പൊ യഥാർത്ഥ ലോകത്തേക്കാൾ ഭാവനാ ലോകമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞാൻ വെള്ളിയാഴ്ച 2:30 വെക്കുന്നുണ്ട് ക്ലാസ്. കുഴപ്പമില്ലല്ലോ, ഒന്നായിരിക്കും ലാസ്റ്റ് ക്ലാസ് വരെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്കീമിന്റെ ഒരു ക്ലാസ് തരാനുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല, തന്നേക്കാട്ടോ. അത് ഞാൻ പറയാം എപ്പോഴാണെന്ന്. ചിലപ്പോൾ ശനിയാഴ്ച ആയിരിക്കും ഏതെങ്കിലും വെക്കുന്നത് കേട്ടോ. 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുവാണേ. താങ്ക് യു. Thank you, ma'am. വെള്ളിയാഴ്ച ക്ലാസ് വെക്കോ കേട്ടോ, 2:30. ഓക്കെ, താങ്ക് യു. മാം സാറ്റർഡേ വെക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വെക്കും. വെച്ചാൽ മക്കളെയൊക്കെ ഞങ്ങള് 15th ഓഗസ്റ്റ് 15th അല്ലേ, അപ്പൊ മക്കൾക്ക് ഓരോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് സ്കൂളിൽ കൊണ്ടുപോകേണ്ട, എല്ലാവർക്കും കൊണ്ടുവന്ന് തോന്നുന്നു. അപ്പൊ അല്ല, ഉച്ചയ്ക്ക് ശേഷം വെക്കാൻ പറ്റും. ശനിയാഴ്ച മാം പറഞ്ഞില്ലേ, ഹോളിഡേ ആണ് ഇവിടെ, ക്ലാസ് ഉണ്ടാവില്ല. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. വെള്ളിയാഴ്ച വെക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല മാം, ഇപ്പൊ സ്കീമിന്റെ ക്ലാസ് ഇങ്ങനെ ലാംഗ്വേജ് ക്ലാസ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴല്ല, അത് പിന്നീട് വെള്ളിയാഴ്ച പറയാം. എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വെള്ളിയാഴ്ച ക്ലാസ് വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും ക്ലാസ് ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ.